ബംഗാളിലെ ബി.ജെ.പി. സർക്കാർ എല്ലാ ബസ്സുകളിലും യാത്ര സൗജന്യമാക്കി. കേരളത്തിൽ കോൺഗ്രസ് വെറും ഓർഡിനറിയിൽ മാത്രമാക്കി ഒതുക്കി. വഞ്ചനയിൽ കെട്ടിപ്പടുത്തൊരു പദ്ധതി അംഗീകരിക്കാനാവില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ. കെ.എസ്.ആർ.ടി.സിയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര വെറും ഓർഡിനറിയിൽ മാത്രം പരിമിതപ്പെടുത്തിയതിൽ രൂക്ഷ വിമർശനവുമായി നേമം എം.എൽ.എയും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ. വഞ്ചനയിൽ കെട്ടിപ്പടുത്തൊരു പദ്ധതി അംഗീകരിക്കാനാവില്ലെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ നിന്ന് കോൺഗ്രസ് പിന്നോട്ട് പോകുന്നതിന്റെ വ്യക്തമായ തെളിവാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വോട്ട് നേടാൻ വേണ്ടി എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര വാഗ്ദാനം ചെയ്ത കോൺഗ്രസ് അധികാരത്തിൽ വന്നതിനു ശേഷം ആ വാഗ്ദാനത്തിൽ വെള്ളം ചേർത്തിരിക്കുകയാണ്. സമാനമായി വാഗ്ദാനം നൽകിയ ബംഗാളിലെ ബി.ജെ.പി. സർക്കാർ എല്ലാ സർക്കാർ ബസ്സുകളിലും അത് കൃത്യമായി നടപ്പിലാക്കി കാണിച്ച് ജനങ്ങളോടുള്ള പ്രതിബദ്ധത തെളിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ കബളിപ്പിക്കുക എന്നത് കോൺഗ്രസ് സർക്കാരുകളുടെ ഒരു സ്ഥിരം ശൈലിയാണ്. കർണാടകയിലും തെലങ്കാനയിലും ഹിമാചൽ പ്രദേശിലും കാണിച്ച അതേ വഞ്ചന തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ കേരളത്തിലും ആവർത്തിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വോട്ടിനായി വാഗ്ദാനങ്ങൾ നൽകുകയും ജയിച്ച ശേഷം ജനങ്ങളെ വഞ്ചിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ കോൺഗ്രസിനും CPM-നും ഒരേ നിലപാടാണ്. അവർ രണ്ടല്ല ഒന്നാണ്. ഈ തട്ടിപ്പ് കേരളത്തിൽ ഇനിയും ഇതുപോലെ ആവർത്തിക്കാൻ ബി.ജെ.പിയോ NDA മുന്നണിയോ അനുവദിക്കില്ല. ജനങ്ങൾക്ക് നൽകിയ ഓരോ വാഗ്ദാനവും പാലിക്കപ്പെടുന്നത് വരെ നിയമസഭയ്ക്കുള്ളിലും പുറത്തും സർക്കാരിനെതിരെ ശക്തമായി നിലകൊള്ളും. അതിന്റെ ഭാഗമായി കേരളത്തിലുടനീളം ബി.ജെ.പി. NDA പ്രവർത്തകർ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു.